എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്താ പറയുക, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ തയ്യാറാക്കണം എന്നുള്ളത് ഈ ആലോചന ഉണ്ടല്ലോ, തലേന്ന് രാത്രിയുള്ളത്. അതാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ രാവിലെ എന്തുണ്ടാക്കും, അതിൻ്റെ കൂടെ എന്ത് കറിയായിരിക്കും എന്നുള്ള ചിന്തയായിരിക്കും നമ്മൾ രാത്രി കിടക്കുമ്പോഴും. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ ഉഴുന്ന് ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ ഈ ഒരു അപ്പം ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കന്നെ വേണം കേട്ടോ. അതുപോലെ ഒരു ഐറ്റമാണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലുതാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 6 ചെറിയുള്ളിയും ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനിയും മുളക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിനി നമ്മൾ അടച്ചിട്ട് വേവിച്ച് കൊടുക്കണം. ഈ തക്കാളി നല്ല പോലെ ഉടഞ്ഞിട്ട് വരണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല പോലെ അത് ഉടഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടല്ലോ, നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. അത് വേറൊന്നുമല്ല, ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുളക് ഇനിയും ഇതിലേക്ക് വരുന്നുണ്ടെന്ന്, അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള ഈ ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരികയും വേണം. അതുപോലെ തന്നെ ആ ഒരു പൊടികളുടെ പച്ച ചുവ ഒന്ന് മാറുകയും വേണം കേട്ടോ. ആ ഒരു പരുവത്തിൽ ജസ്റ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് മിക്സി അരച്ച് കഴുകി ഒഴിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊന്ന് താളിച്ചിട്ടാണ് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു ചൂടായാൽ മാത്രം മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കിത് ഇനിയും കുറച്ചുകൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മിക്സി ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ പ്രത്യേകം പറയാണ്, ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കരുത്. ഇതുപോലെ നല്ല കുറുക്കത്തുള്ള പരുവത്തിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്തെ ആ ഉപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഡബിൾ ആവും കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ പഞ്ചസാര ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തെടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.